നമ്മളെ ഫോണിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ റെക്കോർഡ് ചെയ്ത കോളുകളൊക്കെ എവിടെയാണ് ഉണ്ടാകുക? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റെക്കോർഡ് ചെയ്യും, കോളൊക്കെ റെക്കോർഡ് ചെയ്യും, പക്ഷെ അതെവിടെയുള്ളതെന്ന് നോക്കി നടന്നാൽ കാണുകയില്ല. എളുപ്പത്തിൽ അത് എവിടെ നിന്ന് കാണാം? ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കോളുകൾ നമ്മളല്ലാതെ മറ്റാര് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാത്ത രീതിയിൽ എങ്ങനെ മറച്ചു വെക്കാം? ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മളെ ഫോണിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കോളുകൾ നമുക്ക് എളുപ്പം കാണാനും അത് മറച്ചു വെക്കാനും ഗൂഗിളിന്റെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. മിക്കവാറും ഫോണിൽ ഡീഫാൾട്ട് ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പം സിസ്റ്റം ഡീഫാൾട്ട് ആയിട്ട് വരുന്നുണ്ട് പുതിയ ഫോണിലൊക്കെ. പഴയ ഫോണിൽ ഇതില്ലാത്ത ഫോണിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിന്ന് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളെ ഫോണിൽ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റും ചെയ്യാം. എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇതിന്റെ താഴെ ഭാഗത്ത് 3 ഓപ്ഷൻ ഉണ്ടാവും: ക്ലീൻ, ബ്രൗസ്, ഷെയർ. ഈ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്നത് ഫോണിൽ ഏറ്റവും നല്ലൊരു ഫയൽ മാനേജറായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് ഫീച്ചറുകളുണ്ട്. നമ്മൾ ഇതിന്റെ ഒരുപാട് വീഡിയോ ചെയ്തിക്ക് ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോ ഇനിയും പുതിയ പുതിയ ഫീച്ചറുകളും അപ്ഡേറ്റുകളും ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രൗസ് എന്നുള്ള 3ാമത്തെ ടാബിലാണ് നമ്മൾ പോകേണ്ടത്. അതിനുശേഷം ഇന്റേണൽ സ്റ്റോറേജ് എടുക്കുക. ഇന്റേണൽ സ്റ്റോറേജ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കോൾ എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വേറെ തന്നെ ഉണ്ടാവും. ആ കോൾ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത എല്ലാ കോളുകളും ഇതിലുണ്ടാവും. റെക്കോർഡ് ചെയ്ത എല്ലാ കോളുകളും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഈ കോളുകൾ നമുക്ക് മറച്ചു വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഏത് കോളാണോ സേഫായിട്ട് വെക്കേണ്ടത്, അല്ലെങ്കിൽ മുഴുവൻ വേണമെങ്കിൽ അങ്ങനെ ആവശ്യമുള്ളത് നമുക്ക് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം 3 ഡോട്ട് മേലെ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മൂവ് ടു സേഫ് ഫോൾഡർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളെ ഈ ഫയൽസ് ബൈ ഗൂഗിളിലെ ഒരു സേഫ് ഫോൾഡറാണ്. അതിന് നമ്മളൊരു പാസ്വേഡ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി എങ്ങനെയാണെന്ന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിക്ക്. അതിൽ നമ്മൾ കൊടുത്ത ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ സേഫ് ആയിട്ട് അത് വെക്കാം. പിന്നെ നമ്മളെ ആ പാസ്വേഡ് ഇല്ലാണ്ടത് ഓപ്പൺ ആക്കാനാകില്ല, ഒരാൾക്കും എടുക്കാനാകില്ല. ഫോണിൽ എവിടെ നോക്കിയാലും ഇത് കാണുകയില്ല. ഇങ്ങനെ നമുക്ക് നമ്മളെ കോളുകൾ ഏതും സേഫ് ഫോൾഡറിൽ സേഫ് ആയിട്ട് വെക്കാം, ആർക്കും എടുക്കാനാകാത്ത രീതിയിൽ. ഇനി ഇങ്ങനെ സേഫ് ഫോൾഡറിൽ വെക്കുന്നത് നമ്മൾ എവിടെ പോയി കാണും? ബാക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഫയൽസ് ഓപ്പൺ ചെയ്താൽ ഇവിടെ സേഫ് ഫോൾഡർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ടാൽ നമ്മളെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ആക്സസ് ചെയ്യുകയും ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് പഴയതുപോലെ ഫോണിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യാം. സംഭവം അടിപൊളിയല്ലേ? അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്ത കോളുകളൊക്കെ എവിടെ പോയി, അത് എവിടെ നോക്കിയാൽ കിട്ടും? ഇതൊന്നും ആലോചിച്ച് തലവുണ്ടാക്കണ്ട. അതുപോലെ തന്നെ എവിടെ മറച്ച് വെക്കാന്നും കൺഫ്യൂഷൻ ആക്കണ്ട. ഇതിൽ ചെയ്യുക സംഭവം ഫയൽസ് ബൈ ഗൂഗിൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അത് ഉപയോഗിക്കുക. സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കണ്ടേ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ, ബൂസ്റ്റ് ഇനി ആയിക്കോട്ടെ, അതാ നല്ലത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.